കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ നിങ്ങൾക്കവിടെ വൈകിട്ടാണല്ലോ. ദൈവസന്നിധിയിലെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവിടെയാക്കിയ കർത്താവിന്റെ വിശ്വസ്തകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ബഹുമാനിയ കർത്താവിന്റെ ദാസനെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ദൈവത്തിന്റെ ദാസൻ, കർത്താവിന്റെ ദാസി, ഈ പ്ലാറ്റ്ഫോമിലൂടെ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുകയാണ്. ദൈവസ്ഥലം നമുക്ക് ഒരുമിച്ച് ആയിരിക്കാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഈ ഭൂപരപ്പിൽ കർത്താവിന് അവസരം കൂടി നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഫിലിപ്പിയ ലേഖനമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. രണ്ടാം അധ്യായം മുഴുവൻ ചിന്തിച്ച് തീർക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ രണ്ടാം അധ്യായം മറ്റ് അധ്യായങ്ങളെ അപേക്ഷിച്ച് അല്പം ആഴമായി ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങൾ ഉള്ള ഒരു അധ്യായമാണ്. രണ്ടാമത്തെ അധ്യായത്തിലാണല്ലോ കർത്താവിന്റെ താഴ്മയെക്കുറിച്ചും താഴ്മയ്ക്കുള്ള ഏറ്റവും ഉദാത്തമായ ഉദാഹരണം ക്രിസ്തുവിന്റെ ജഡാവതാരത്തെ കുറിച്ചൊക്കെ പൗലോസ് സവിസ്തരമായി ഓർപ്പിക്കുന്ന ചിന്തകൾ രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാന് വാക്യങ്ങളെല്ലാം ഒരു അധ്യായം മുഴുവൻ ആയതുകൊണ്ട് വാക്യങ്ങളെല്ലാം വായിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ രണ്ടാമത്തെ അധ്യായത്തില് പ്രധാനമായ ചിന്ത, പ്രധാനമായ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് താഴ്മയോടെ ദൈവസന്നിധിയില് താഴ്മയോടെ നടക്കുക, ഐക്യതയ്ക്കും താഴ്മയ്ക്കും വേണ്ടിയുള്ള പ്രബോധനമാണ് നമുക്ക് ഈ അധ്യായത്തില് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ നമ്മുടെ രക്ഷയുടെ വഴിയില് അതീവ ജാഗ്രതയോടെ നാം നടക്കണമെന്ന പ്രബോധനം ഈ അധ്യായത്തിൽ കാണാൻ കഴിയും. അതേ ചിന്തയുമായി ബന്ധപ്പെട്ട് താഴ്മ, ഐക്യത, ഈ രണ്ട് വിഷയങ്ങൾക്ക് ഉദാഹരണമായി 3 വ്യക്തികളെ ഈ അധ്യായത്തിൽ നമുക്ക് പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്നാമത്തേത് നമ്മുടെ കർത്താവാണ്, രണ്ടാമത്തേത് തിമോത്തിയോസ് ആണ്, മൂന്നാമത്തേത് എപ്പഫ്രാദിത്തോസ് ആണ്. 3 വ്യക്തികളെ ചുറ്റിപ്പറ്റിയാണ് രണ്ടാമത്തെ അധ്യായം പുരോഗമിക്കുന്നത്. ഈ 3 വ്യക്തികളുടെ ഉദാത്തമായ ശ്രേഷ്ഠമായ സ്വഭാവങ്ങൾ ഈ ഒരു അധ്യായത്തില് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കാരാഗ്രഹത്തിൽ അല്ലെങ്കിൽ റോമില് വാടകയ്ക്കെടുത്ത വീട്ടില് ഹൗസ് അറസ്റ്റിലായിരിക്കുന്ന ഈ ദൈവത്തിന്റെ മനുഷ്യൻ പൗലോസ് അവിടെ കിടന്നുകൊണ്ടാണ് എപ്പഫ്രാദിത്തോസ് തന്നെ ശുശ്രൂഷിക്കാൻ കടന്നു വന്ന് രോഗിയായി തനിക്ക് തന്റെ ഭവനത്തിലേക്ക് മടങ്ങി പോകണമെന്നുള്ള വാഞ്ചയ താന് നാട്ടിലേക്ക് ഫിലിപ്പിയിലേക്ക് മടങ്ങി പോകുമ്പോൾ തന്നെ സ്വീകരിക്കുവാനും എപ്പഫ്രാദിത്തോസ് വശം കൊടുത്തയച്ച ഭൗതിക നന്മയ്ക്ക് ഒരു നന്ദി പറയുവാനുമായിട്ടാണല്ലോ ഈ ലേഖനം പൗലോസ് എഴുതുന്നത്. അപ്പോൾ തന്നെ ഈ ദൈവത്തിന്റെ മനുഷ്യനായ എപ്പഫ്രാദിത്തോസ് പൗലോസിന്റെ അടുക്കൽ കടന്നു വന്ന് ഫിലിപ്പിയ സഭയിലുള്ള ആഭ്യന്തര വിഷയങ്ങളെ കുറിച്ച് സവിസ്തരമായ ഒരു വിവരണം പൗലോസിന് നൽകിയിട്ടുണ്ട്. അതിൻ്റെയും കൂടെ പശ്ചാത്തലത്തിലാണ് ഈ ലേഖനം ദൈവത്തിന്റെ ദാസനായ പൗലോസ് രേഖപ്പെടുത്തുന്നത്. താന് രണ്ടാം അധ്യായം തുടങ്ങുന്നത് ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും
മനസ്സലിവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയും. ഇത് പറഞ്ഞാണ് പൗലോസ് അധ്യായം തുടങ്ങുന്നത്. എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയും. പൗലോസ് പറയാണ്, ഞാന് ഒരു തടവുകാരനാണ്, ഞാൻ ജീവനോടിരിക്കുന്നത് സുവിശേഷ നിമിത്തം ആവശ്യമാണ്, നിങ്ങൾ നിമിത്തം ഞാൻ ജീവനോടിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്യാദി കാര്യങ്ങൾ പറഞ്ഞിട്ട് ഫിലിപ്പിയിലുള്ള ദൈവജനത്തോട് പറയുകയാണ്. ഞാൻ ആ വാക്കുകള് ഇംഗ്ലീഷില് ഒരു പ്രത്യേക പരിഭാഷയിൽ നിന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. If you have gotten anything at all out of following Christ, if his love has made any difference in your life, if being in a community of the Spirit means anything to you, if you have a heart, if you care, then do me a favor. Agree with each other. Love each other. Be deep-spirited friends. Don't push your way to the front. Don't sweet-talk your way to the top. Put yourself aside and help others to get ahead. Don't be obsessed with getting your own advantage. Forget yourself long enough to lend a helping hand. ഞാൻ ആ 3-4 വാക്യങ്ങള് തന്നെ കുറച്ചധിക സമയം വിശദീകരിക്കേണ്ട വിഷയങ്ങളുള്ള വാക്യങ്ങളാണ്. എങ്കിലും നമ്മള് ഈ ഭാഗം പഠിക്കുമ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത്, കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു ആത്മീക കൂട്ടായ്മയിൽ ആത്മീക കൂട്ടത്തിൽ ആയിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഹൃദയം ഉണ്ടെങ്കിൽ, നിങ്ങൾ കരുതുന്നവരാണെങ്കിൽ എനിക്കൊരു ഉപകാരം ചെയ്യണം. എഗ്രി ഈച്ച് അതർ, ഐക്യതയുള്ളവരാകുക, പരസ്പരം സ്നേഹിക്കുക, ലവ് ഈച്ച് അതർ, ആഴമേറിയ ആത്മബന്ധമുള്ള സ്നേഹിതരാകുക. നിങ്ങൾ നിങ്ങളെ തന്നെ മുൻപിലേക്ക് ഉന്തിക്കയറരുത്. മുകളിലെത്താൻ വേണ്ടി ചക്കരവാക്ക് പറയരുത്. നിങ്ങളുടെ സ്വയത്തെ നിങ്ങളൊരു വശത്തേക്ക് നീക്കി നിർത്തിയിട്ട് മറ്റുള്ളവർ മുൻപിലേക്ക് വരാൻ നിങ്ങൾ സഹായിക്കണം. നിങ്ങളുടെ തന്നെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കരുത്. നിങ്ങളെ തന്നെ മറന്ന് മറ്റുള്ളവർക്കൊരു സഹായത്തിന്റെ കരം നീട്ടുക. ഇതാണ് അതിനെ സ്വതന്ത്രമായ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ അങ്ങനെയാണത് കാണാൻ കഴിയുന്നത്. കുറെ ചോദ്യങ്ങളാണ് പൗലോസോട് ഉയർത്തുന്നത്. ഒന്നാമത്തെ ചോദ്യം, കർത്താവിനെ അനുഗമിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു ആത്മീക കൂട്ടത്തിൽ പങ്കാളികളാകുന്നതിലൂടെ അതിന് എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, താഴെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നീട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് പൗലോസ് പറയുന്നത്. നിങ്ങൾക്കൊരു ഹൃദയം ഉണ്ടെങ്കിൽ,
നിങ്ങൾക്കൊരു ആർദ്രത ഉണ്ടെങ്കിൽ പരസ്പരം സ്നേഹിക്കണം, ഐക്യതയുള്ളവരാകണം. അങ്ങനെ ദേവദാസൻ പറയാണ് എന്റെ സന്തോഷം പൂർണ്ണമാകണം. അപ്പൊ ഒരു ദൈവസഭയിൽ ഒരു ദൈവദാസന്റെ സന്തോഷം പൂർത്തിയാകുന്നത് സഭയിലെ ദൈവമക്കൾ പരസ്പരം മത്സരിക്കുമ്പോഴല്ല, പരസ്പരം സ്നേഹിക്കുമ്പോഴാണ്. ഞാൻ മുന്നിൽ കയറണം, അതിനുവേണ്ടി മറ്റൊരുത്തനെ ചവിട്ടി താഴ്ത്തി മറ്റുള്ളവരെ എല്ലാം ഉന്തി മാറ്റി എനിക്ക് മുന്നിൽ കയറണമെന്നുള്ള ചിന്താഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ കർത്താവിനെ സേവിക്കുന്നതിന് പ്രത്യേകം ഒന്നും അതിലൂടെ ലഭ്യമായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവസ്നേഹം നമ്മളിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ഉന്തി മാറ്റി മുന്നിൽ കയറാൻ ശ്രമിക്കത്തില്ല. ദൈവസ്നേഹം നമ്മളിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മള് ചക്രവാക്ക് പറഞ്ഞ് മറ്റുള്ളവർക്ക് മീതെ വരാനായിട്ട് ശ്രമിക്കുകയില്ല. പകരം നമ്മൾ ഐക്യതയുള്ളവരാകും. അവിടെ പറഞ്ഞിരിക്കുന്ന ആ പദം പരസ്പരം സ്നേഹിക്കുന്നവരാകും, ആഴമേറിയ ആത്മബന്ധമുള്ള സ്നേഹിതരാകും. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ സേവിക്കാൻ ഇറങ്ങിയിട്ട് ദൈവസ്നേഹം നമ്മളിൽ വന്നിട്ട് എന്തെങ്കിലും വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇത് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടുന്ന വസ്തുതയാണ്. ഞാൻ കർത്താവിനെ സ്നേഹിക്കാൻ ഇറങ്ങി തിരിച്ചു, ദൈവത്തിന്റെ സ്നേഹം എന്റെ ഉള്ളിലേക്ക് വന്നു, ഓക്കെ, ഞാൻ യേശുവിനെ രക്ഷകനായിട്ട് അംഗീകരിച്ചു, ക്രൂശിലെ സ്നേഹം തേടി വന്നു എന്നൊക്കെ നമ്മൾ പറയുന്നു. ബട്ട് വാട്ട് ചേഞ്ച് ഹാസ് ഹാപ്പൻഡ് ഇൻ അവർ ലൈഫ്? നമ്മളിൽ എന്ത് വ്യത്യാസം ഉണ്ടായി എന്നത് പ്രസക്തമായ ഒരു ചോദ്യം. ദൈവസ്നേഹം എന്റെ അകത്തോട്ട് വന്നതിലൂടെ എനിക്കെന്ത് വ്യത്യാസം ഉണ്ടായി? എന്റെ പഴയ സ്വഭാവത്തിൽ നിന്നും ഇപ്പോൾ എത്രമാത്രം ഞാൻ മാറിയിട്ടുണ്ട്? ഇത് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനല്ല, നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കുവാനാണ്. ഞാൻ എത്ര മാറി? അല്ലെ, ഈ സ്നേഹം എന്നെ എത്രമാത്രം വ്യത്യാസപ്പെടുത്തി? എനിക്ക് എത്രമാത്രം ഐക്യതപ്പെടാൻ കഴിയുന്നുണ്ട്? എനിക്ക് എത്രമാത്രം ആർദ്രതയുള്ളവരാകാനായിട്ട് കഴിയും? മറ്റുള്ളവരെ സഹായിക്കാൻ സ്വേച്ഛയില്ലാത്ത കരം നീട്ടാനായിട്ട് എത്രത്തോളം എനിക്ക് കഴിയുന്നുണ്ട്? നമ്മോട് തന്നെ ഈ ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താണ്? ലോകജാതിക്കാർ ചെയ്യുന്ന പോലെ മറ്റുള്ളവരെ എല്ലാം വകഞ്ഞു മാറ്റി, തള്ളി മാറ്റി നമ്മൾ മുന്നിൽ കയറാനായിട്ട് ശ്രമിക്കുകയാണ്. ഞാനിത് പറയുമ്പോ എൻ്റെ മക്കള് രണ്ടുപേരും കൂടെ ചെറിയ പ്രായത്തില് ഒരു ബസ്സിൽ യാത്ര ചെയ്ത ഒരു സംഭവം എന്റെ മനസ്സിൽ ഓടി വരുന്നുണ്ട്. അതൊരു പ്രസംഗമധ്യയായിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു, പക്ഷെങ്കില് ഞാൻ ഇപ്പോഴത് പറയാനായിട്ട് സമയമെടുക്കുന്നില്ല. ഉന്തി മാറ്റുക. അവരുടെ ഇടയ്ക്ക് വന്നിരുന്ന ഒരാള് ഇവരെ ഉന്തി മാറ്റുമ്പോ അവര് ജ്യേഷ്ഠനും അനിയനും കൂടെ ആ ആളിനെ ഉന്തി പുറത്ത് ചാടിച്ച കാര്യമാണ് സരസമായി പറയേണ്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് ചേട്ടനും എന്നും കൂടെ കൂടുമ്പോ പറയുന്നൊരു കാര്യമാണ്, ഷിബിനറിയാം. അപ്പോ നമ്മളിങ്ങനെ ഉന്തി മാറ്റുന്നവരാണോ, വകഞ്ഞു മാറ്റി നമ്മുടെ സ്ഥാനം ഉറപ്പിക്കുന്നവരാണോ, അതോ മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുന്നവരാണോ? ചിന്തിക്കേണ്ട വസ്തുതയാണ്. ദൈവസ്നേഹമുള്ളതുകൊണ്ട് ഞാൻ മാറി നിൽക്കുകയാണ് എന്ന് പറയാൻ നമുക്ക് കഴിയും. കർത്താവിന്റെ അകത്ത് വന്നിരുന്നു നമ്മള് ക്രിസ്തുവിന്റെ മാതൃക അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട്.
ഇതിന് എക്സാമ്പിള് പൗലോസ് 3 പേരുടെ കാര്യമാണ് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോ കർത്താവ് എന്നാ ചെയ്തേ? മറ്റുള്ളവരെ ഉന്തി മാറ്റി കർത്താവ് മുന്നിൽ കയറുകയായിരുന്നില്ല. ഉദാത്തമായ പരിത്യാഗത്തിന്റെ ഉന്നതമായ മാതൃക നമുക്ക് കാണിച്ച് തരികയായിരുന്നു. തന്നെ ഒറ്റിക്കൊടുക്കാനായിട്ട് നിൽക്കുന്ന, അതിനുള്ള അഡ്വാൻസ് വാങ്ങി പോക്കറ്റിലിട്ട് വന്ന് തൻ്റെ കൂടെ ഭക്ഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന യൂദായെ നോക്കിയിട്ട് എടാ വൃത്തിയിട്ടവനെ എന്നല്ല യേശു വിളിച്ച്. എടാ ദുഷ്ട എന്ന് വിളിച്ചില്ല, എടാ ദ്രോഹി എന്ന് വിളിച്ചില്ല. പകരം യേശു അവനെ വിളിച്ച പേരുണ്ട്, സ്നേഹിത എന്നാണ്. ഗതസമനയിലും യേശു അത് ആവർത്തിക്കുന്നുണ്ട്, സ്നേഹിത എന്നാണ് വിളിക്കുന്നത്. എങ്ങനെ വിളിക്കാൻ സാധിക്കും? ഇത്രയും ദ്രോഹം ചെയ്ത, ഇത്രയും പ്രയാസം ഉണ്ടാക്കിയ യേശുവിനെ ക്രൂശീകരണത്തിന് വേണ്ടിയുള്ള സാധ്യതകൾ ഒരുക്കി കൊടുത്ത, കൂടെ ഭക്ഷിച്ച, ഒരു പാത്രത്തിൽ നിന്നുണ്ട, ഒരു പായിൽ ഉറങ്ങിയ എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരു മനുഷ്യൻ ശത്രുപക്ഷത്തിൽ ചെന്ന് ഗൂഢാലോചന നടത്തി പണം വാങ്ങി ഒന്നും അറിയാത്തവനെ പോലെ കൂടെ വന്നിരിക്കുമ്പോ അവനെ സ്നേഹിത എന്ന് വിളിക്കാൻ കഴിയുന്ന ക്രിസ്തുവിന്റെ മനസ്സ് നമുക്കുണ്ടാകുമോ? ഉണ്ടാകുന്ന ഇടത്താണ് നമ്മുടെ മാനസാന്തരവും നമ്മുടെ ദൈവസ്നേഹവും പൂർണ്ണമാകുന്നത്. പലപ്പോഴും നമ്മൾ ഇതിനെല്ലാം മാനുഷിക തലത്തിൽ കാണുന്നു, ജഡത്തിന്റെ തലത്തിൽ കാണുന്നു. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ വൈരാഗ്യം ഉണ്ടാകുന്നു, വേദന ഉണ്ടാകുന്നു, ചിലരുടെ ഉള്ളിൽ വെറുപ്പുണ്ടാകുന്നു, ചിലരുടെ ഉള്ളിൽ എല്ലാം ഒരു നിസ്സംഗത ഉണ്ടാകുന്നു. ചിലർക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്നുള്ളൊരു മടുപ്പ് വരുന്നു. ഞാൻ പറയാൻ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തില് മടുപ്പ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സ്നേഹക്കുറവ് ഉണ്ടായിട്ടുണ്ടെന്നാണ്, അസഹിഷ്ണുത ഉണ്ടായിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. കർത്താവിന് മടുപ്പൊന്നും വന്നില്ലല്ലോ. യൂദായുടെ പണി കണ്ടിട്ട് കർത്താവ് എന്നാ പിന്നെ അങ്ങ് പോയേക്കാന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എങ്ങാണ് വരുന്നു, ഞാൻ എന്റെ വാട് നോക്കി പോവുകയാണ് എന്ന് പറഞ്ഞ് യേശു പോയോ? ഗതസമനയിൽ ഇരുന്നുകൊണ്ട് പറയാ, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ പിതാവേ എന്ന് പറഞ്ഞ് പൂർണ്ണമായൊരു സമർപ്പണത്തിലേക്ക് യേശു മാറുകയാണ്. മടുത്തില്ല. മടുക്കാതിരുന്നതിനെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ഓർത്തുകൊള്ളു. അപ്പോ നമ്മുടെ ജീവിതത്തില് കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ട് രക്ഷിക്കപ്പെട്ടെന്ന് നമ്മൾ അവകാശപ്പെട്ടിട്ട് നമുക്ക് എന്ത് ചേഞ്ച് ഉണ്ടായി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാനൊരു ഫസ്റ്റ് ജനറേഷൻ പെന്തക്കോസ്തലാണ്, 1ാം തലമുറ പെന്തക്കോസ്തുകാരനാണ്. പെന്തക്കോസ്തിന്റെ പാരമ്പര്യമൊന്നും പറയാൻ എനിക്കില്ല. പക്ഷെ ഇന്ന് രാത്രിയില് എന്റെ വചനം കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ വന്ന, നമ്മെ തൊട്ട, നമ്മെ സ്വാധീനിച്ച ദൈവസ്നേഹം നമ്മിൽ എന്ത് മാറ്റം വരുത്തി? നമ്മുടെ സാഹചര്യങ്ങൾ മാറി എന്നുള്ളത് ശരിയാണ്, നമ്മുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നുള്ളത് ശരിയാണ്. പക്ഷെ നമ്മുടെ സ്വഭാവത്തിന് എന്ത് വ്യത്യാസം വന്നു? സുവിശേഷം നമ്മുടെ സാഹചര്യം മാറ്റാനുള്ളതല്ല, വാസ്തവത്തിൽ നമ്മളെ മാറ്റാനുള്ളതാണ്, നമ്മുടെ സ്വഭാവം മാറ്റാനുള്ളത്. സുവിശേഷത്തിന്റെ സ്വാധീനത്താൽ സ്വഭാവത്തിന് വ്യതിയാനം വന്നില്ലെങ്കിൽ ദൈവമക്കളെ, നമ്മൾ അപകടത്തിലാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോ നിശ്ചയത്തിലെത്തണമെങ്കിൽ നമുക്ക് മാറ്റം വന്നേ പറ്റുള്ളൂ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അതേ സ്വഭാവങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടെന്ന് അവകാശപ്പെടുന്നത് നമുക്ക് ഇപ്പോഴും ഉണ്ടെങ്കിൽ എന്തോ കാര്യമായ തകരാറുണ്ട്. ഫിലിപ്പിയിലെ വിശ്വാസികളുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ വായിക്കുമ്പോ പൗലോസ് 2 പേരുടെ കാര്യം പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു.
4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2 സഹോദരിമാരെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. നല്ല 2 പേരുകളാണ്, യുവതിയും സുന്ദുകയും. അവര് പൗലോസ് പറയണം അവരോട്, നിങ്ങള് ഇണയാളികളാണ്. പക്ഷെങ്കില് ഒരു പ്രശ്നം എന്നറിയാമോ? അവര് പരസ്പരം കോമ്പീറ്റ് ചെയ്യുന്നവരാണ്. അവരുടെ ജീവിതത്തില് അവർ കോംപ്ലിമെന്റ് ചെയ്യും. സുവിശേഷ വേലക്കാരാണ് 2 പേരും. പക്ഷെ ഇൻസ്റ്റെഡ് ഓഫ് കോംപ്ലിമെന്റിങ് they began to compete each other. ദൈവസഭ പരസ്പരം കോമ്പീറ്റ് ചെയ്യാനുള്ള ഇടമല്ല, പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യാനുള്ള ഇടമാണ്. എന്നെ കൊണ്ട് പറ്റാത്തത് മറ്റൊരാളെ കൊണ്ട് സാധിക്കണം. ഓക്കെ, അദ്ദേഹത്തെ കൊണ്ട് അത് കഴിഞ്ഞില്ല, ഇവനെ എന്തിനു കൊള്ളാം, ഇയാൾക്ക് എന്നെ വെളിവുണ്ട്, ഇയാൾക്ക് എന്നെ ബോധമുണ്ട്, ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് പറയുകയല്ല നമ്മുടെ ഉദ്ദേശം. മറിച്ച് ഞാൻ നാടൻ മലയാള ശൈലിയിൽ ഇത് പറയുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ വേഗം മനസ്സിലാക്കാനാണ്. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരാളെ കൊണ്ട് ഒരു കാര്യം കഴിയുന്നില്ല, പക്ഷെ നമ്മളെ കൊണ്ട് അത് കഴിയുമെങ്കിൽ മറ്റേ ആളിനെ, കഴിയാത്ത ആളിനെ വിമർശിക്കുന്നതിന് പകരം നമ്മളെ കൊണ്ട് കഴിയുന്നത് അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് ചെയ്തു കൊടുക്കുമ്പോഴാണ് ദൈവരാജ്യ വ്യാപ്തി ഉണ്ടാകുന്നത്. നമുക്ക് പറ്റുന്ന കുഴപ്പം എവിടാന്നറിയാമോ? നമ്മളോട്ട് ചെയ്യത്തുമില്ല, വല്ലവരും ചെയ്യുന്നതിന്റെ കുറ്റമെല്ലാം പറഞ്ഞ് നമ്മൾ അവരെ വിമർശിക്കുകയും ചെയ്യും. വി ആർ നോട്ട് റെഡി ടു കോംപ്ലിമെന്റ്. Sometimes we may not compete, but we criticize. ഇതല്ല കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. വിശ്വാസി എന്ന നിലയിൽ, ദൈവ പൈതൽ എന്ന നിലയിൽ നമ്മിലേക്ക് ഇറങ്ങി വന്ന ദൈവസ്നേഹത്താൽ നാം രൂപാന്തരപ്പെടേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത്, കർത്താവിനെ സേവിക്കുന്നതിന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? അവന്റെ സ്നേഹം നിങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ടോ? നിങ്ങൾക്കൊരു ഹൃദയമുണ്ടോ? നിങ്ങൾ കരുതുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ പരസ്പരം യോജിക്കണം, എഗ്രി ഈച്ച് അതർ, ലവ് ഈച്ച് അതർ, പരസ്പരം സ്നേഹിക്കണം, ആഴമേറിയ സമർപ്പണമുള്ള സ്നേഹിതരാകണം. മറ്റുള്ളവരെ ഉന്തി മാറ്റരുത്, സ്വയം ഒഴിഞ്ഞു കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ തന്നെ മറന്ന് മറ്റുള്ളവരെ സഹായിക്കാൻ സഹായത്തിന്റെ കരം നീട്ടണം. ഞാന് ഇപ്പോ ഇവിടെ ഇരുന്ന് ഈ ബൈബിൾ ക്ലാസ് എടുക്കുമ്പോ, ഈ ക്ലാസ്സിന് 10 മിനിറ്റ് മുമ്പാണ് ഞാൻ വീട്ടിലെത്തുന്നത്. അതുകൊണ്ട് ഞാൻ പ്രിപ്പയർഡ് അല്ലാന്ന് നിങ്ങൾ വിചാരിക്കരുത്. വൈകുന്നേരം 8 മണിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ ഹോസ്പിറ്റലായതുമായി ബന്ധപ്പെട്ട് പോയതാ. ഒരു ശകലം പോലും ഉറങ്ങാതെ രാത്രി മുഴുവനും ആ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി വരുന്നത്. ചെന്നില്ലെങ്കിൽ ആരും ഒന്നും പറയില്ല, എനിക്ക് സുഖമായി എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങാം. പക്ഷെ ഇന്ന് രാത്രി നമ്മെ മറന്ന് സഹായത്തിന്റെ കരം നീട്ടാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ന്യായമായി ചിന്തിക്കേണ്ട വസ്തുതയാണ്. ഒരുപക്ഷെ നമ്മുടെ സഹായം നേടിയ ആളുകള്, നമ്മൾ കൈപിടിച്ച് ഉയർത്തിയ ആളുകള് പിന്നീട് നമ്മളെ ഗൗനിച്ചില്ലെന്ന് വരാം. അത് നമ്മെ സ്വാധീനിക്കുകയേ വേണ്ട. ഇവിടെ പൗലോസ് പറയുന്ന ആ ചിന്ത 3-ാം വാക്യം പറയാം, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ. എന്നിട്ട് പറയണം, ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. ഒരാൾ ഒരിക്കൽ പറഞ്ഞു, സ്വന്തം കാര്യമൊക്കെ കഴിഞ്ഞിട്ട് സാവകാശം ഉണ്ടെങ്കിൽ, അവസരം ഉണ്ടെങ്കിൽ
മറ്റുള്ളവരുടെ കാര്യം കൂടെ നോക്കണം എന്നാണ്. പക്ഷെ ബൈബിള് പറയുന്നത് അങ്ങനെയല്ല. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കട്ടെ എന്നാണ്. ഡിനൈങ് അവർ ബെനിഫിറ്റ്സ്, നമ്മുടെ ഗുണങ്ങളെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ, മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാൻ മനസ്സുള്ളവരാകുക എന്നതാണ് അവിടുത്തെ വിഷയം. ഇതിന് ഉദാഹരണമാണ് 3 പേര്. ഒന്ന് യേശു കർത്താവാണ്. യേശുവിനെ കുറിച്ച് പൗലോസ് പറയുന്നത് ക്രിസ്തു യേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്താണ് ഈ ക്രിസ്തുവിന്റെ ഭാവം എന്നത് സവിസ്തരമായി പൗലോസ് അവിടെ ആർപ്പിക്കുന്നു. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. നോക്കിക്കേ, പൗലോസ് പറയാണ്, നിങ്ങള് ദൈവസ്നേഹം നിങ്ങളെ വ്യത്യാസപ്പെടുത്തിയെങ്കിൽ നിങ്ങൾ എന്റെ സന്തോഷം പൂർണ്ണമാക്കണം. അതിൽ പറയുന്നു, ഓരോരുത്തരും മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല, മറ്റുള്ളവരുടെ ഗുണം നോക്കണം. ഇവിടെ ഈ ആദ്യത്തെ ആ 4 വാക്യങ്ങളില് തന്റെ സന്തോഷം പൂർണ്ണമാകാൻ ഫിലിപ്പിയിലെ ആളുകൾ ചെയ്യേണ്ട 4 കാര്യത്തെ കുറിച്ച് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങള് ഏക മനസ്സുള്ളവരാകണം. രണ്ടാമത് പറയുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. 3, ഒരേ സ്പിരിറ്റ് ഉള്ളവരാകണം. ഒരേ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം എന്നല്ല എന്റെ അർത്ഥം. ബി ഓഫ് വൺ സ്പിരിറ്റ്. ഒരേ സ്പിരിറ്റ് ഉള്ളവരാകണം, ഒരേ താല്പര്യമുള്ളവരാകണം. ഈ കാര്യം വളരെ പ്രസക്തമാണ്. ദൈവസഭയ്ക്കകത്ത് ദൈവമക്കൾ എല്ലാവരും ഒരേ സ്പിരിറ്റ് ഉള്ളവരായിരിക്കണം. ഒരുത്തൻ തെക്കോട്ടും ഒരുത്തൻ പടിഞ്ഞാറോട്ടും പോകുന്ന പരിപാടിക്ക് അപ്പുറത്ത് ഒരേ സ്പിരിറ്റ്, എല്ലാവരും ഒരേ സ്പിരിറ്റ്. എന്താ നമ്മുടെ സ്പിരിറ്റ്? നിത്യതയിൽ പോവുക എന്നുള്ള സ്പിരിറ്റാണ്. അതിനെന്തെല്ലാം ഇവിടെ കുടഞ്ഞു കളയണമോ അതെല്ലാം കുടഞ്ഞു കളയാനുള്ള മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ടാകും. അവിടെ വലിപ്പച്ചെറുപ്പങ്ങളില്ല, അവിടെ പരിത്യാഗവും ത്യജിക്കലും മാത്രമാണുള്ളത്. യേശുവിന്റെ മാതൃക പിൻപറ്റുകയാണ്. യേശുവിന്റെ കെനോസിസ്, ത്യാഗം, സ്വയം ഒഴിഞ്ഞുവെക്കൽ, അതാണ് 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ന്യൂ ടെസ്റ്റ്മെന്റ് തിയോളജിയിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ക്രിസ്റ്റോളജിയിലെ, ക്രിസ്തു ശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. സ്വയപരിത്യാഗത്തിന്റെ ഉന്നതമായ ഉദാത്തമായ മാതൃക പറയുകയാണ്. എന്താണ് യേശു ത്യജിച്ചത്? അവൻ ദൈവമായിരിക്കെ ആ ദൈവത്തോടുള്ള ഈക്വാലിറ്റി, സമത്വം, അത് വിട്ടുകളഞ്ഞു. എന്നിട്ട് ചിന്തിക്കേണ്ടത്, ദാസരൂപം എടുത്തു എന്നുള്ളത് വായിക്കുമ്പോ ആരാ ദാസനായി? ദൈവം ദാസനായി. God became servant. അങ്ങനല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്? അവൻ ദൈവരൂപത്തിലിരിക്കെ അവൻ ദാസനായി. He was God. അവൻ ദൈവമായിരുന്നു. ദൈവമായിരുന്നവൻ ദാസനായി. അതാണ് ത്യജിക്കൽ. നമുക്കെല്ലാം താഴ്മയുണ്ട്, പക്ഷെ ഒരു ലെവലിന് താഴോട്ട് നമ്മൾ പോവില്ല.
പക്ഷെ യേശു എവിടേക്ക് വന്നു? ദൈവം എന്ന നിലയിൽ നിന്നും നേരെ താഴേക്ക് വന്നത് ഒരു അടിമ എന്ന നിലയിലേക്കാണ്. ഡൂലോസ്. ഇങ്ങനൊരു താഴ്മയുടെ അനുഭവം നമ്മളിൽ വരാനായിട്ട് നമ്മൾ അനുവദിക്കുമോ? നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാം? വി ഓൾ ആർ സ്റ്റാറ്റസ് ബൗണ്ട്. നമ്മുടെ പദവികളാൽ ബന്ധിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് ഒരു നില വിട്ട് താഴേക്ക് വരാനായിട്ട് നമുക്ക് കഴിയത്തില്ല. ആ നിലയ്ക്ക് നിന്നുകൊണ്ടുള്ള താഴ്മയൊക്കെ നമ്മളുള്ളൂ. പക്ഷെ യേശു അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് എവിടെ ഇരുന്നേനെ? ഇപ്പൊ നമ്മൾ എന്തൊക്കെയോ ആണ്, പക്ഷെങ്കിൽ പണ്ട് നമ്മൾ ആരായിരുന്നു? ഈ ലോകത്തിലെ ഏറ്റവും അധമനായ പാപി എന്ന നിലയിൽ ഞാനും നിങ്ങളും ആയിരുന്ന സ്ഥാനത്ത് നിന്ന് കർത്താവിന്റെ സ്നേഹം നമ്മളെ വീണ്ടെടുത്ത് ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ നമുക്ക് താഴാൻ പറ്റില്ലേ? വിനയപ്പെടാൻ പറ്റില്ലേ? ത്യജിക്കാൻ പറ്റില്ലേ? ഒന്ന് ഫ്രീ ആകാൻ പറ്റില്ലേ? ഇന്ന് സന്ധ്യയിൽ ദൈവത്തിന്റെ സന്നിധാനത്തിൽ പൗലോസ് പറയുകയാണ്, എന്റെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ ക്രിസ്തു ത്യജിച്ച ത്യാഗത്തിന്റെ അനുഭവം നിങ്ങളിൽ ഉണ്ടാവണം. എന്തായാലും നമ്മളാരും ദൈവമല്ല. അതുകൊണ്ട് നമുക്ക് ദാസനാകുന്നതിന് ബുദ്ധിമുട്ടില്ല. യേശു തന്റെ ദൈവത്വം ഉപേക്ഷിച്ച് ദാസത്വം എടുത്തു. വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. കർത്താവ് മനസ്സോടെ അത് ഏറ്റെടുത്തു. എന്നിട്ട് നോക്കിക്കേ, മനുഷ്യന്റെ സാദൃശ്യത്തിലായി. ഈ മനുഷ്യ സാദൃശ്യം എന്ന് പറയുന്നത് തന്നെ വളരെ ഡിപ്രൈവ്ഡ് ആണ്, താഴ്ച വന്നതാണ്. ദൈവം സൃഷ്ടിച്ച മനുഷ്യന് അല്പം മാത്രമേ താഴ്ചയുണ്ട്. അതാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്. പക്ഷെ പാപം ചെയ്ത മനുഷ്യന് അല്പം താഴ്ചയല്ല വന്നത്, കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു പോയ ആ മനുഷ്യന്റെ സാദൃശ്യത്തിലേക്ക് യേശു വന്നു. പാപത്തിന് അധീനമായി ആത്മീകമായി മരണം പാപിയായ ഒരു മനുഷ്യന്റെ അതേ സാദൃശ്യത്തിലേക്ക് യേശു ഇറങ്ങി വന്നു. മനുഷ്യ സാദൃശ്യത്തിലായി എന്ന് പറയുമ്പോ നമ്മളെ പോലെയായി. Yet he did not sin. പക്ഷെ അവൻ പാപം ചെയ്തില്ല. നമ്മൾ ഓർക്കണം, യേശുവിന്റെ ജീവിതത്തില് വളരെ പ്രസക്തമായ ഒരു കാര്യമാണിത്. നമ്മൾ പറയും കർത്താവ് ദൈവമാണെന്ന് തെളിയിച്ചു. എങ്ങനെ തെളിയിച്ചു? കടലിന്റെ മുകളിൽ കൂടെ നടന്ന് തെളിയിച്ചു. അപ്പൊ എന്റെ ഒരു ചോദ്യം, പത്രോസ് നടന്നില്ലേ കടലിന്റെ മുകളില്? അപ്പൊ പത്രോസ് ദൈവമായോ? ഓൾ ദീസ് മിറക്കിൾസ്, എല്ലാ അത്ഭുതങ്ങളും യേശു തന്റെ മനുഷ്യത്വത്തിൽ നിന്നുകൊണ്ട് ദൈവാശ്രയത്തിൽ ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 14 യേശു പറഞ്ഞത്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും. കാരണം കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദാറ്റ് കാര്യസ്ഥൻ, ആ കാര്യസ്ഥന് എന്റെ സഹായത്താൽ ഞാൻ ചെയ്തതിലധികം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് പകൽ ഈ സന്ധ്യയില് നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധാനത്തിൽ ഇരിക്കുമ്പോ കർത്താവിന്റെ ഈ മാതൃക നോക്കിയേ.
മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അവിടെ അതൊക്കെ വളരെ പ്രസക്തമായ പദങ്ങളാണ്. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി എന്ന് പറയുന്നു. ആ നിലയിലായിരിക്കാൻ, അങ്ങനെ കർത്താവിന്റെ സന്തോഷത്തെ പൂർത്തീകരിക്കാനായിട്ട് ദൈവകരങ്ങളിലേക്ക് നമ്മെ ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കാം, ഈ സന്ധിയിൽ ഏൽപ്പിക്കാം. അങ്ങനെ താഴ്മയോടെ വിനയത്തോടെ സമർപ്പിതമായതുകൊണ്ട് ഉണ്ടായിക്കൊള്ളും ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അടുത്ത് പറയുന്നത് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാ മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങി എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റുപറയുന്ന ഒരു അനുഭവത്തിലേക്ക് ആമേൻ വരികയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽ ഈ സന്ധിയിൽ ദൈവസന്നിധിയിൽ നമ്മളെ ഒന്ന് സമർപ്പിച്ചു കൊടുത്തിട്ട് ക്രിസ്തുവിൽ ആർദ്രതയുള്ളവരായി, ഐക്യതയുള്ളവരായി, സ്നേഹമുള്ളവരായി കർത്താവ് കാണിച്ച മാതൃകയെ പിൻപറ്റാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ആ സമയം അനുവദിച്ച ദൈവദാസനോട്, ദൈവസഭയോട്, പ്രിയ കർത്താവ് ദാസൻ ഷിബിനോട് ഹൃദയംഗമായി നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്ററെ. കർത്താവ് നമ്മെ കേൾപ്പിച്ചതായ ആ നല്ല ചിന്തകൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസനിൽ കൂടി വളരെ ശക്തമായ ചില ദൈവിക ദൂതുകൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിക്കൊണ്ടിരുന്നു. നാം ക്രിസ്തുവിലാണെന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം, ക്രിസ്തുവിന്റെ ഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പരസ്പരം സ്നേഹിക്കുന്നതിൽ കർത്താവിന്റെ സ്നേഹം പൂർണ്ണമാകുന്നു. നിത്യാദി നിരവധി ദൈവിക ദൂതുകൾ വളരെ ശക്തമായ പ്രബോധനം നൽകി തരുന്ന ഒരു അധ്യായമാണല്ലോ അത്.